ഹലോ, ഞാൻ എബി. ഞാനിന്നൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. വിയന്നയിലെ 22ാമത്തെ ഡിസ്ട്രിക്റ്റിലുള്ള കൈസർ വാസർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എംപറർ വാട്ടർ എന്ന് അർത്ഥമുള്ള സ്ഥലത്തൂടെയാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ ഫോൾ സീസണാണ്. പ്രകൃതി മൊത്തം മഞ്ഞയായിരിക്കുന്നു. ഇലകളെല്ലാം മഞ്ഞ കളറായി പൊഴിയാറായി. നോക്കിയേ, വിയന്ന എയർപോർട്ടിൽ നിന്ന് പൊങ്ങി പറക്കുന്ന ഒരു വിമാനം നീലാകാശത്തിൽ. അത് കാണാൻ ഭയങ്കര ഭംഗി. അതുപോലെ ഇത് ഈ സ്ഥലത്ത് ഞാൻ മിക്കവാറും വരുന്നതാണ്. ഇവിടെ നിറയെ മീനുകളുണ്ട്. 10-20 കിലോ ഉള്ള കാർപ്പ് മീനുകൾ. അവ വന്ന് എന്തെങ്കിലുമൊക്കെ തീറ്റയിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം നിരന്ന് നിൽക്കും. കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഈ ഇലകളൊക്കെ കണ്ടോ, സ്വർണം പോലെയാണ് നിൽക്കുന്നത്. വെയിലടിച്ച് തിളങ്ങിയിട്ട്, മഞ്ഞ കളറിൽ വെയിലടിച്ച് തിളങ്ങുമ്പോൾ സ്വർണ്ണ വർണ്ണമായിട്ടാണ് നിൽക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ നിറയെ ഇലകൾ പഴുത്തു നിൽക്കുന്നു. ഇത് കൈസർ വാസർ അല്ലെങ്കിൽ എംപറർ വാട്ടർ എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ കൈസർമാരൊക്കെ വിയന്നയിലെ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിലെ കൈസർമാരൊക്കെ ജീവിച്ചിരുന്നത് ഈ പ്രദേശത്തായിരുന്നു എന്ന് കരുതാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൈസർ വാസർ എന്ന് പറയുന്നത്. ഈ പാർക്ക് ഇങ്ങനെ ചെറിയ മുട്ടക്കുന്നുകളും നിറയെ മരങ്ങളും വഴിച്ചാലുകളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഭയങ്കര പ്രയോജനപ്രദമാണ് നമുക്ക് നടക്കാനും. അതുപോലെ തന്നെ സമ്മറിൽ ഇവിടെ ആൾക്കാർ കുളിക്കാൻ വരും. അകലെ കാണുന്നത് നമ്മുടെ വിയന്നയിലെ UN-ൻ്റെ ആസ്ഥാനമാണ്. ഒരു കെട്ടിടത്തിൽ അവരൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പ്രാവിരിക്കുന്ന ഒരു പടം വരച്ച് ചേർത്തിട്ടുണ്ട്. അതിന് 12 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. മൊത്തം ആ കെട്ടിടം 28 നിലയാണ് ഏറ്റവും ഉയർന്ന കെട്ടിടം. അവിടെ ഒരു ചെറിയ സോണിലാണ് ആ കെട്ടിടം ഇരിക്കുന്നത്. അവിടെ ഒരു പൊതുജനത്തിന് അങ്ങനെ എൻട്രൻസ് ഇല്ല. ഞാനവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി നടക്കും. ഒരു 4-5 കിലോമീറ്റർ ഒരു റൗണ്ട് വെച്ച് കഴിയുമ്പോഴത്തേനും 4-5 കിലോമീറ്റർ ആവും. നമ്മൾ ഓസ്ട്രിയയിലെ കൈസർമാരുടെ കാര്യമാണല്ലോ പറഞ്ഞു വന്നത്. കൈസർമാർ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കൈസറെന്ന് പട്ടികയൊക്കെ ഒത്തിരി പേരിടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ അതെന്താണ് അങ്ങനെ ഇട്ടിരുന്നത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പിന്നീട് ഒരു കൈസർ എന്നുള്ള പേര് കേൾക്കുന്നത്. ഒരുപക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരിക്കും. പക്ഷേ ഇവിടുത്തെ കൈസർമാർ അന്നത്തെ വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ, അതായത് ഹംഗറിയും ഓസ്ട്രിയയും അതുപോലെ തന്നെ സ്ലൊവേനിയ, അങ്ങ് റൊമേനിയയുടെ ഒരു ഭാഗം, ഉക്രൈൻ്റെ ഒരു ഭാഗം, പിന്നെ ബോസ്നിയ ഹെർസഗോവിന, അങ്ങനെ ഒത്തിരി ഏരിയകൾ, ക്രൊയേഷ്യ, അങ്ങനെയുള്ള പഴയ യുഗോസ്ലോവിയൊക്കെ ഉൾപ്പെട്ട ഒരു ഭയങ്കര കിങ്ഡമായിരുന്നു. ഈ പഴയ മരങ്ങളൊക്കെ ഇവർ കറക്റ്റ് സമയത്ത് മുറിച്ച് മാറ്റും. അതിൻ്റെ ശിഖരങ്ങളൊക്കെ കറക്റ്റായിട്ട് മുറിക്കും. നടന്നു വരുമ്പോൾ ആൾക്കാരുടെ തല വീഴരുതല്ലോ, അതുകൊണ്ടായിരിക്കും. ഇത് പഴയ ഡാന്യൂബ് എന്ന് പറയുന്നത് ഓൾഡ് ഡാന്യൂബിൻ്റെ കൈവഴികളാണ് ഈ കാണുന്നതൊക്കെ.
അങ്ങ് അകലെ കാണുന്നത് ഒരു ഐലൻഡാണ്. ഗെൻസെ ഹോയ്ഫൽ എന്നാണ് അതിൻ്റെ പേര്. നോക്കി ഇലകളൊക്കെ അങ്ങ് ചുവന്ന കളറായി. ചുവന്ന കളർ എന്ന് പറഞ്ഞാൽ അത് ഉടനെ തന്നെ അത് പൊഴിഞ്ഞ് നിലത്ത് വീഴും. മഞ്ഞ കളറിലെ ഇലകളും എല്ലാം ഏകദേശം 2 ആഴ്ചയ്ക്കകം പൊഴിഞ്ഞ് നിലത്ത് വീഴും. അതിനു മുമ്പുള്ള ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചയാണിത്. പിന്നീട് മരങ്ങളിലൊന്നും കമ്പുകൾ മാത്രമാകും. ഗെൻസെ ഹോയ്ഫലിനെ പറ്റി പറയണല്ലോ. അവിടെ സമ്മറായി കഴിഞ്ഞാൽ നമുക്ക് നീന്താനും കുളിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നീന്തൽ കുളങ്ങൾ, കുളിമുറികൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും. ചെറിയ ടിക്കറ്റ് എടുത്ത് നമുക്ക് അവിടെ പോയി ഒരു ദിവസത്തെ ഡേ പാസോ അല്ലെങ്കിൽ മണിക്കൂർ നേരത്തിനൊക്കെ എടുത്ത് കുളിക്കാൻ പോകാം. പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ചെറിയ ഇടവഴികളൊക്കെ ഉണ്ട്. ഇടവഴികളിൽ കൂടി നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ പോലെ നടക്കാനിറങ്ങിയ ആൾക്കാരെ കാണും. ഓട്ടക്കാരുണ്ട്, നടപ്പുകാരുണ്ട്. ചിലരോടൊക്കെ ഹലോ ഹായ് എന്നൊക്കെ പറയും. ചിലരൊക്കെ തിരിച്ച് പറയും. എന്തെങ്കിലും തിരിച്ച് ചിരിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഹായ് എന്ന് തന്നെ പറയും. ജർമ്മനിൽ ഹൈ അല്ല, ഗ്രൂസ് കോട്ട് എന്നാണ് പറയുന്നത് ഗ്രീറ്റ് ചെയ്യാനായിട്ട്. അത് പറയുമ്പോൾ അവർ തിരിച്ച് ഗ്രൂസ് കോട്ട് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വേറെ ചുമ്മാ ഹായ് എന്നോ അല്ലെങ്കിൽ ഇവർ പറയുന്ന സെർവൂസ് എന്ന് പറയും. അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു മരവും ആ മരത്തിൻ്റെ അടുത്തിരിക്കുന്ന വീടിൻ്റെ കളറും നോക്കി എന്തൊരു ഭംഗിയാണ്. പിന്നെ ഈ സൂര്യൻ മൊത്തം നിലത്ത് മുഴുവൻ കരിയില വീണ് കിടക്കുന്നു. കരിയിലയല്ല, പഴുത്തിലകൾ. അവ വീണ് കിടക്കുന്നത് തന്നെ ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ മഞ്ഞ കളറുള്ള വെളിച്ചം, അതായത് ഇലകളിൽ കൂടി കടന്നു വരുന്ന വെളിച്ചം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇത് 2 ആഴ്ച ഒക്കെ കാണുള്ളൂ ഈ ഭംഗി. അത് കഴിയുമ്പോൾ അത് തീരും. പിന്നീട് ഒരു ചെറിയ ഹെലികോപ്റ്റർ അങ്ങോട്ട് പോയി കേട്ടോ. പിന്നീട് ആ ഇലകൾ, കമ്പുകൾ മാത്രമാവും. കമ്പയിൽ പതുക്കെ മഞ്ഞ് പോലെ ചെറിയ മഞ്ഞ് കണങ്ങൾ പിടിച്ച് തുടങ്ങും. പിന്നീട് അതൊരു മഞ്ഞ് വീഴ്ചയാവും. മഞ്ഞ് വീണ് അതിലെല്ലാം നിറയെ മഞ്ഞ് പിടിച്ചിരിക്കും. അപ്പോഴും വെളിച്ചം വരുമ്പോൾ അതൊക്കെ കാണാൻ വലിയ ഭംഗിയാണ്. പക്ഷേ തണുപ്പ് എനിക്ക് അത്രയൊരു ഇഷ്ടമുള്ള സംഗതിയല്ല. കാര്യം പറഞ്ഞാൽ ഒത്തിരി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാം. ഇവിടുത്തുകാർക്കൊക്കെ തണുപ്പ് വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അവർ സ്കീയിങ്ങിന് പോവും. അതുപോലെ തന്നെ അവർക്കത് വേണ്ട വിധത്തിൽ ഡ്രസ്സ് ചെയ്യാനറിയാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള എപ്പോഴും അവർക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറവാണ്. നമുക്ക് പെട്ടെന്ന് സിക്കാവും. അല്ലെങ്കിലും ഇവിടുത്തെ സീസൺ മാറുമ്പോൾ ഒരു സിക്കാവുന്ന ഒരു പരിപാടി ഉള്ളതാണ്. പനി പിടിക്കും, ജലദോഷം പിടിക്കും, അങ്ങനെയൊക്കെ. കറങ്ങി ഒരു റൗണ്ട് എടുത്ത് അങ്ങോട്ട് പോയ പഴയ പാലത്തിൽ തന്നെ എത്താറായി. ഈ ഇതും കടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴും ചെന്ന് കഴിയുമ്പോൾ തിരിച്ച് ഓഫീസിലെത്താറാവും. ഈ പാർക്കൊക്കെ സമ്മറിൽ നിറയെ ആൾക്കാരായിരിക്കും. അതായത് ഒരു വെള്ളത്തിനൊക്കെ 25 ഡിഗ്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിറയെ ആൾക്കാരായിരിക്കും. അവരിവിടെ വന്ന് ടവലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് വന്നിട്ട് ഷീറ്റ് വിരിച്ച് അതിൽ കിടന്ന് കുളിച്ച് ഒരു ദിവസമൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ കിടക്കും. പ്രത്യേകിച്ചും റിട്ടയറീസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ
എൻജോയ് ചെയ്ത് ഇവിടെ കിടക്കും. അതുപോലെ ഈ ഇതിലൂടെ ഞാൻ എല്ലാ സീസണിലും നടക്കാറുള്ളതാണ്. പലപ്പോഴും പല കളറുകളാണ് നമ്മൾ കാണുന്നത്. അതായത് ചെറിയ വിൻ്റർ അങ്ങ് മാറിക്കഴിയുമ്പോൾ തന്നെ നിറയെ പൂക്കളാവും. പൂക്കളും ഇലകളും കായകളും. ഇവിടുത്തെ മരങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവരൊക്കെ എത്രയോ പെട്ടെന്ന് ഓടി അവരുടെ പൂക്കൾ, കായകൾ, പിന്നെ ഫലങ്ങളായിട്ട് അവ പൊഴിഞ്ഞ് നിലത്ത് വീഴും. ആ ഒരു 3 മാസത്തെ ഇടവേളയ്ക്കകത്ത് എല്ലാം റെഡിയായി അടുത്തൊരു വിൻ്ററിൻ്റെ ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പ് അവർ നടത്തും. അതിനിടയ്ക്ക് തടി വണ്ണം വയ്ക്കും, ചെടികൾ വലുതാവും, അതുപോലെ എല്ലാം നടക്കും. ഇത് വിൻ്റർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മരങ്ങളാണ്. അതിൻ്റെ നോക്കിയും ഇലയൊക്കെ പൊഴിഞ്ഞ് തീരാറായിട്ടിരിക്കുന്നു. വഴികളിൽ നിറയെ പൊഴിഞ്ഞ ഇലകളാണ്. ഞാൻ നടന്ന് തിരിച്ചെത്താറായി. ഇനിയിപ്പം ഇച്ചിരൂടെ ഒരു 200 മീറ്ററും കൂടെ നടന്നാൽ ഓഫീസായി. അപ്പം ഇന്നത്തെ നടപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത വീഡിയോ ആണ്. അടുത്ത ദിവസം നടക്കുമ്പം വീഡിയോ കിട്ടിയാൽ ഇടാം. ഈ കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഓക്കെ.